അസ്സലാമലൈക്കും. ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നമ്മളൊരു സാമ്പാറാട്ട ഉണ്ടാക്കാൻ പോണേ. അതിന് വേണ്ട കഷ്ണങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നമുക്ക് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം. തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കി എടുക്കട്ടെ. നമുക്ക് ഇനി എപ്പോൾ തീയു പോകും. നമ്മളെല്ലാം അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് വൃത്തിയാക്കി കഴുകി കൊണ്ടുവച്ച് നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടോ. ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മളിതെല്ലാം ഒന്ന് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കട്ടോ. നമുക്ക് ക്യാരറ്റൊക്കെ ഒന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കി വെക്കട്ടോ. നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് വെച്ച് കേട്ടോ. ക്യാരറ്റ്, മുരിങ്ങക്ക, വഴുതിന, വെണ്ട, ഇളവൻ, ചേന ഉള്ള എല്ലാ കഷ്ണങ്ങളും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടോ. നമുക്ക് ഗ്യാസ് ഒന്നോടെ ഇത് ചീനച്ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടോ. അതിലേക്ക് ആവശ്യമായ തേങ്ങ തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടോ. വെളിച്ചെണ്ണ ചൂടായി അപ്പം അതിലേക്ക് നമ്മൾ ലേശം ജീരകം ഇട്ടെടുത്തിട്ടോ. കായട്ട് നമ്മൾ കറിയിലേക്കുള്ള കായത്തിൻ്റെ പൊടിയല്ല കഷ്ണമാണ്. അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണയിലിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ മൂപ്പിക്കലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് ഇതെല്ലാം തേങ്ങേൻ്റെ കൂടെ ഞങ്ങൾ വറുത്തെടുക്കലാട്ടോ. കരിവേപ്പിലിട്ട് അതൊന്ന് മുരിഞ്ഞ് വെച്ച് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം.
ഒക്കെ ഒന്ന് ഇളക്കി നമുക്ക് ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം നമുക്ക്. തേങ്ങയിൽ നല്ല ജീരകട്ട് ഒന്ന് വറുത്ത് തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടോ. ഇതിൽ ഞങ്ങളെല്ലാ പൊടികളും ഞങ്ങൾ ഇതിൽ തന്നെ ഇട്ടിടുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, ഇത്തിരി മല്ലിപ്പൊടി ഒക്കെ ഇതിൽ തന്നെ കൂടെ ഇട്ട് ഞങ്ങൾ ചൂടാക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആ കറിക്ക് നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കണ്ടി. എല്ലാവരും എങ്ങനെയാണ് ഉണ്ടാക്കലെന്നറിയില്ല, ഞങ്ങൾ ഉണ്ടാക്കൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് തേങ്ങ മൂത്ത് വന്നപ്പോൾ ആ പൊടികൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ പൊടി കരിഞ്ഞു പോവും. തീ നല്ലോണം കുറച്ച് വെക്കുക. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് മുളക് പൊടി ഇടണം, സാമ്പാർ പൊടി ഇടണം. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിടുക. ടേബിൾ സ്പൂണാണ്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ അത് അതിലേക്കിട്ട് നമുക്ക് ഒക്കെ ഒന്ന് പച്ചമണം പോണ വരെ ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് സാമ്പാർ പൊടി ഇട്ടെടുക്കട്ടോ. അതിൽ 1.5 സ്പൂൺ സാമ്പാർ പൊടി ഇട്ടിട്ടോ. 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ സാമ്പാർ പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് വറുത്തെടുക്കാം. നേരെ തീയിൽ, നമ്മൾ ഓവർ തീയിടരുത്. നേരെ സ്റ്റൗവ് സിമ്മാക്കിയിട്ട് അതിൽ വറുത്തെടുക്കണം കേട്ടോ. നല്ലോണം പൊടികളൊക്കെ ഒന്ന് ചൂടായാൽ നമുക്ക് സ്റ്റൗവ് ഓഫാക്കി വാങ്ങി വെക്കാം കേട്ടോ. ഒക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി, തേങ്ങ ഇതെല്ലാം കൂടെ വറുത്ത പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്ക് പരിപ്പും ഉള്ളിയും കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം കേട്ടോ. ഒരു വലിയ ഉള്ളിയുണ്ട്, കുറച്ച് പരിപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് കുതിർത്തി കഴുകി ഇട്ടാൽ മതി. നമുക്കതൊന്ന് കുറച്ച് ഉപ്പിടട്ടെ. അതിൽ ആ പരിപ്പൊന്ന് വേവാനുള്ള കുറച്ച് ഉപ്പിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കട്ടോ. അത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഗ്യാസ് സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിൽ കുക്കർ വെച്ച് പിന്നെ അതൊന്ന് വെന്ത് വരട്ടോ. ഒരു 2 വിസൽ 3 വിസൽ വന്നാൽ പരിപ്പ് വേവും. അതൊന്ന് വെന്ത് വരട്ടെ. നമ്മൾ പരിപ്പ് വെന്ത് വന്ന് ഇനി അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് ആദ്യം വേവുള്ള കഷ്ണം കുറച്ചിട്ട് കൊടുക്കാം. വാഴക്കച്ചെല്ല്, ഉരുളക്കിഴങ്ങ്, ചേന ഇതൊക്കെ നമുക്ക് കുറച്ചൊരു വേവ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമുക്ക് ആ കഷ്ണങ്ങൾ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇളവനുണ്ട്, അതിനൊരു കഷ്ണം, അങ്ങനെയുള്ള കഷ്ണങ്ങളെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചിട്ടാൽ മതി. അപ്പോൾ ഒരൊറ്റ വിസലിന് അത് വെന്തിട്ടു. അപ്പം ആ കഷ്ണങ്ങളൊക്കെ ഇട്ട് ക്യാരറ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, കുറേ ഐറ്റംസ് കഷ്ണങ്ങൾ, കുറച്ച് പല ഐറ്റംസ് കഷ്ണങ്ങളുണ്ട്. അതെല്ലാം കൂടെ നമുക്കൊന്ന്
അതിലിട്ടിട്ട് ഇനി ഒന്ന് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് മുകളിൽ ആവണം ഇതാക്കിയിട്ട് ഒന്ന് വേവാനിട കേട്ടോ. അത് വെന്തിട്ട് നമുക്ക് ബാക്കി വേവ് കുറഞ്ഞ കഷ്ണങ്ങളാണ് വെണ്ട വഴുതിനൊക്കെ അതിനത്ര വേവ് ഉണ്ടാവില്ല. അതിന് ശേഷം നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊരു വിസിൽ വരട്ടെ. നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോഴത്തേന് നമ്മളെ കഷ്ണം വേകുമ്പോഴത്തേന് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടോ. തേങ്ങയും പൊടികളെല്ലാം കൂടെ നമ്മൾ വറുത്ത് വെച്ചത്. അപ്പം അതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ജാറിലേക്ക് ഇടാം. കുറച്ച് നമുക്ക് ആ ജാറിലേക്ക് ഇട തേങ്ങ. അപ്പം അത് അതിലേക്ക് ഇടുമ്പോൾ ചിന്താതെ ഇടണം, അതാണ് നോക്കുന്നത്. നമുക്കത് കുറച്ച് അങ്ങനെ നീക്കിയിട്ട് അതിലേക്ക് ഇടാം. അത് ഫുള്ള് അതിലേക്കിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കട്ടോ. നല്ലോണം ഒന്ന് മെഴുകുമാതിരി അരച്ചെടുക്കണം. അതിലെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ഇതും അതിലിട്ടൊക്കെയാണ്. പൊടികളും ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാ പൊടികളും എല്ലാം അതിലാട്ടോ. എല്ലാം നമ്മൾ വറവിൽ പെടുത്തി ഒക്കെ വറുത്ത് വെച്ച് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ള സാമ്പാറാട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്, ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ച്. നല്ല ടേസ്റ്റുള്ള സാമ്പാറാട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മളെ കഷ്ണം ആദ്യത്തെ വെന്ത് ഇനി നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. തക്കാളി, ഉള്ളി, കരിവേപ്പ് എല്ലാ സാധനവും ഇട്ടിട്ടോ. അതിൽ നമുക്ക് വെള്ളം കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പുളി അതിൽ പിഴിഞ്ഞിട്ട് വേവിക്കാനുണ്ട് കേട്ടോ. പുളിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കഷ്ണം വേകാനുള്ള വെള്ളമാവും. ഞാൻ അതിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഞാൻ കഷ്ണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മളെ തേങ്ങ ഒക്കെ ഒന്ന് അരച്ചെടുത്ത് ഇനി അത് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ച് കുറച്ച് നമുക്ക് ജാറിനൊന്ന് എടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കിയെടുക്കുക കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. അത് ജാറൊന്ന് വൃത്തിയാക്കി ഇങ്ങോട്ട് എടുക്കാം നമുക്ക്. നമ്മളെല്ലാ കഷ്ണങ്ങളും വെന്ത് അത് അരപ്പൊക്കെ ഒഴിച്ച് പോരാത്ത വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട്. അപ്പം അത് ഒഴിച്ചെടുത്ത് കുറച്ചും കൂടെ പുളി വേണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പുളി ഒഴിച്ച് കൊടുക്കുകയാണ്. പുളി കുറവാണ്, ലേശം കൂടെ പുളി ഒഴിച്ച് നമുക്ക് ഗ്യാസ് സ്റ്റൗ കത്തിച്ച് അടുപ്പത്തോട്ട് വെക്കാം. നമ്മളെ കറി തിളച്ച് മാറ്റി വെച്ച് ഞാൻ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ചീനച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വെക്കുക. ചീനച്ചട്ടി ചൂടായി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച്
നമുക്കൊരു ഒന്ന് വറവിടല്ലേ, കറി ഒന്ന് വറവിടണം. അതിന് നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഒരു സ്പൂൺ കടുകിടാം. അതൊന്ന് പൊട്ടി വരട്ടെ, കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ടെടുക്കാം, ചെറിയ ഉള്ളി ഇട്ടോ. ഉള്ളിട്ട് അതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. കുറച്ച് നമ്മൾ ഉണക്കമുളക് ഇട്ടെടുക്കുക, കരിവേപ്പില എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് കറിയിലോട്ട് ഒഴിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. നല്ല ടേസ്റ്റിയായ കറിയായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ബെല്ലൈക്കനും കൂടെ നിൽക്കണം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ മൂത്ത് വന്ന് അപ്പോൾ അത് വറവായി. നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്താ ടേസ്റ്റുള്ള സ്മെല്ലെന്നറിയാം, കഴിക്കാൻ തോന്നുന്നു. ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ രാവിലെ തന്നെ എടുത്ത് കഴിച്ച്. നല്ല ടേസ്റ്റായ കറി കേട്ടോ, നല്ല മണവും നല്ല രസമായ നമ്മളാ തേങ്ങയിലെ പൊടികളൊക്കെ ഇട്ട് ചൂടാക്കിയാൽ തന്നെ ആ കറി നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ഉണ്ടാക്കിയിട്ടൊന്ന് അറിയണേ, പിന്നെ കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റിയായ കറി. സാമ്പാർ ഓരോരുത്തരും ഓരോ ഇതിലുണ്ടാക്കുക. നാളെ